ഗാസയിലെ അതിരൂക്ഷമായ യുദ്ധത്തിന് പിന്നാലെ വീണ്ടും ലെബനനിൽ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം നിരവധി ആക്രമണങ്ങളാണ് ലെബനനിലെ 5 പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നടത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 6 പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സ് തെക്കൻ ലെബനനിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ ലെബനനിൽ നിന്ന് നിരന്തരം വർഷങ്ങളായി ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹിസ്ബുള്ളയുടെ ഒരു പ്രത്യേക വിഭാഗം, അതാണ് എലൈറ്റ് റദ്വാൻ ഫോഴ്സ്. ആ എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഒന്നടങ്കമാണ് ഇസ്രായേലിന്റെ എയർഫോഴ്സ് കഴിഞ്ഞ ദിവസം തകർത്ത് തരിപ്പണമാക്കിയതെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നേരത്തെ ഇസ്രായേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ നിരന്തരമായി ഏകപക്ഷീയമായി ഹിസ്ബുള്ള ലംഘിക്കുന്നു എന്നുള്ള ആക്ഷേപവും ആരോപണവുമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉന്നയിക്കുന്നത്. ഇതിന് പിന്നാലെയാണ്, ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 5 നഗരങ്ങളിൽ, തെക്കൻ ലെബനനിലെ 5 നഗരങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തിയത്. അതിൽ എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ 6 ആയുധ ഡിപ്പോകളെയും ഇസ്രായേൽ സേന തകർത്തിരിക്കുന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഹമാസിനെ ഗാസയിൽ തീർക്കുന്നതിനൊപ്പം തന്നെ ലെബനനിൽ ഹിസ്ബുള്ളയുടെയും അന്ത്യം ഉറപ്പിക്കുക. അതായത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഇനി ഹമാസിൽ നിന്നോ ഹിസ്ബുള്ളയിൽ നിന്നോ ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാകരുത്. അങ്ങനെ ഒരേ സമയം 2 ശത്രുക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ലെബനനിലെ ഇസ്രായേലിന്റെ ആക്രമണമെന്ന് യുദ്ധകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് പിന്നാലെയാണ് പൊടുന്നനെ ലെബനനിലെ തെക്കൻ മേഖലയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് ഇസ്രായേൽ എയർഫോഴ്സ് തന്നെ പുറത്തുവിടുന്ന വിവരം. നേരത്തെ ഈ മേഖലകളിൽ, തെക്കൻ മേഖലകളിൽ ഈ ഹിസ്ബുള്ളയുടെ പുനരേകീകരണം നടക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു. ഒരു ഘട്ടത്തിൽ സമ്പൂർണമായും ഇസ്രായേൽ തച്ചുടച്ച ഹിസ്ബുള്ളയുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ അത് പതിയെ അവർ വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുകയും ഭാവിയിൽ ഇസ്രായേലിനെതിരെ വലിയ തരത്തിലുള്ള പടയൊരുക്കത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയുമാണ് എന്നുള്ള വിവരമാണ് മൊസാദിന്റെ ചാരന്മാർ ഇസ്രായേലിനെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഒരു സഡൻ അറ്റാക്ക് ലെബനനിലേക്ക് ഇസ്രായേലി സേന നടത്തിയത്. ഇസ്രായേലി സേനയുടെ ഈ ആക്രമണം ഹിസ്ബുള്ളയ്ക്ക് അപ്രതീക്ഷിതമായിരുന്നു, ലെബനൻ ഭരണകൂടത്തിന് തന്നെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇസ്രായേൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗാസയിലെ യുദ്ധത്തിലാണ്. ഗാസയിൽ സമ്പൂർണമായ കരയുദ്ധം, ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഗാസയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കുന്നതിനുള്ള അതിഭീകരമായ ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലി കരസേനയുടെ നിരവധി ടാങ്കുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് സൈനികർ, എയർഫോഴ്സിന് നിരവധി ഫൈറ്റർ ജെറ്റുകൾ, എന്തിനേറെ പറയുന്നു കടലിൽ നിന്ന് ഇസ്രായേലിന്റെ നാവികസേനയുടെ ആക്രമണം പോലും ഗാസയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ലെബനനിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുമെന്ന് ഹിസ്ബുള്ളയോ ലെബനീസ് ഭരണകൂടമോ കരുതിയിരുന്നില്ല. അങ്ങനെ പതിയെ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുടെ ഒരു തിരിച്ചുവരവിന്, ഹിസ്ബുള്ളയുടെ ശക്തി വീണ്ടും ഒന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളും അതിനുവേണ്ടിയുള്ള പടിപ്പുരയിലായിരുന്നു ഹിസ്ബുള്ള. ഇതിനിടയിലേക്കാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. നേരത്തെ പലയിടങ്ങളിൽ നിന്നായി സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നിരുന്ന ആയുധങ്ങൾ 6 ആയുധ കേന്ദ്രങ്ങളിലേക്കായി ഹിസ്ബുള്ള സജ്ജീകരിച്ചിരുന്നു, അവിടെ സൂക്ഷിച്ചിരുന്നു. എലൈറ്റ് റദ്വാൻ ഫോഴ്സിനായിരുന്നു ഇതിന്റെ ചുമതല. ആ 6 ആയുധ ഡിപ്പോകളെയും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇസ്രായേൽ എയർഫോഴ്സിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 6 ആയുധ ഡിപ്പോകളും തകർന്ന് തരിപ്പണമായി എന്നാണ് ഇപ്പോൾ ലെബനനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ലെബനനിലെ സാധാരണക്കാരെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് ആക്രമണം സംഘടിപ്പിച്ചതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് വ്യക്തമാക്കി. കാരണം ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ് ആക്രമണം നടന്നത്, അല്ല ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഒരു തരത്തിലുമുള്ള ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ IDF വ്യക്തമാക്കുന്നത്.